ബി ആൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറിൽ മലയാളം വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അതായത് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളമാണ്. നമ്മൾ മൊബൈലിലൊക്കെ ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ INDIA ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ മുകളിൽ കീബോർഡിൽ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യ എന്ന് മലയാളത്തിൽ എഴുതി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം വിൻഡോ കീയും 6 പ്രസ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്നിരിക്കുന്ന റൺ ഡയലോഗ് ബോക്സിൽ വിൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്തു. മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഒരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ ഇപ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് എനിക്ക് ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ നോക്കാം, നമ്മുടെ സിസ്റ്റം ട്രേക്കകത്ത് ഇവിടെ സമയത്തിൻ്റെ ഒക്കെ അടുത്ത് കണ്ടില്ലേ ENG, അതായത് ഇംഗ്ലീഷ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടോ ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇവിടെ കണ്ടോ മലയാളം ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണണമെങ്കിൽ ഈ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക, അതായത് മലയാളം ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ INDIA എന്നടിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഒരു ബോക്സിൽ, ഒരു പോപ്പപ്പ് ബോക്സിനകത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് നമ്മൾ എൻ്റർ അടിക്കുന്നു. ഓക്കെ, ഇനി എൻ്റെ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ENTE എന്നടിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ എൻ്റെ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ RAJYA ഇപ്പോൾ രാജ്യം, MAANU രാജ്യമാണ് കണ്ടോ. ഇതേ രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോണ്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അതായത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഫോണ്ട് നമുക്ക് ഏതെങ്കിലും യൂണീക്കോഡ് ഫോണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മല എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ ENG എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ ഫോണ്ട് മാറ്റുകയാണ്. അപ്പോൾ MLU കാർത്തിക എന്നൊക്കെ ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതിൻ്റെ ഫോണ്ടൊക്കെ ചേഞ്ച് ആയി. വേണമെങ്കിൽ സൈസൊക്കെ ഒന്ന് കൂട്ടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫോണ്ട് കണ്ടില്ലേ കാർത്തിക എന്നുള്ളൊരു ഫോണ്ട്, കാർത്തിക ബോഡി എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ഫോണ്ടായിരിക്കും വരുന്നത്. ഓക്കെ, അത് നമുക്ക് മാറ്റിയിട്ട് MLU ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, അതായത് വളരെ ഭംഗിയാക്കി മാറ്റാൻ പറ്റും നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റിനെ. ഓക്കെ, അപ്പോൾ ഈ MLU ഫോണ്ടുകൾ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിനുശേഷം ഏറ്റവും മുകളിൽ ഞാൻ ഇവിടെ അടിക്കുകയാണ് sites.google.com ഓക്കെ /view/IKM ടെക്സ്റ്റേഷൻ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ തന്നെ ഒരു ഒഫീഷ്യൽ സൈറ്റാണിത്. ഓക്കെ, sites.google.com/view/IKM ടെക്സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സൈറ്റ് ഇപ്പോൾ ഒരു അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. എന്നാലും ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളമൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഡൗൺലോഡ്സിനകത്ത് ഇവിടെ മലയാളം യൂട്ടിൽ എന്നുള്ളത് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മലയാളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. മലയാളം ഫോണ്ടുകൾ, ISM, അതുപോലെ തന്നെ നമുക്ക് പേജ് മേക്കർ, ഓക്കെ, പിന്നെ ടൈപ്പിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗൂഗിൾ ഡ്രൈവിനകത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള EXE ഫയലുകൾ ലഭിക്കും. ഓക്കെ, 2 ഫയൽസുകൾ ഉണ്ടാവും. ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം.exe ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ്.exe രണ്ടും നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഇതവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഡൗൺലോഡ് എനിവേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഈ ബോക്സ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ നേരിട്ട് ബ്രൗസറിൽ തന്നെ ആയിരിക്കും അത് ഡൗൺലോഡ് ആവുന്നത്. ഓക്കെ,
അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ പ്രോഗ്രാംസിനകത്തായിരിക്കും ഇത് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം അടുത്തത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യാനുള്ള ബോക്സ് വരും. ഓക്കെ, അപ്പോൾ 2 ഫയൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷനിലേക്ക് നമുക്ക് പോയി നോക്കാം. ഞാൻ ദിസ് PC ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പ്രോഗ്രാംസ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇതവിടെ നോക്കാം, 2 ഫയൽസുകൾ ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗൂഗിൾ ഇൻപുട്ട് മലയാളം.exe ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് .exe. ഓക്കെ, ഇത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യെസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ റീബൂട്ട് ചെയ്യണമെന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നോ ഐ വിൽ റീബൂട്ട് ലേറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഫയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, വീണ്ടും അടുത്തത് ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ ഇൻപുട്ട് മലയാളം.exe. അതിനുശേഷം യെസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, കണ്ടോ, അടുത്ത ഓപ്ഷൻ വരും നോ ഐ വിൽ റീബൂട്ട് ലേറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ സിസ്റ്റം ട്രേക്കകത്ത് ഇവിടെ കാണാൻ പറ്റും മലയാളം ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് എഴുതി കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, മൈക്രോസോഫ്റ്റ് വേർഡോ നോട്ട് പാഡോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് മലയാളം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് ഫോണ്ടുകൾ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റിൽ തന്നെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കണ്ടില്ലേ മലയാളം ഫോൺസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ഒരു റാർ ഫയൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മലയാളമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫോണ്ടുകളും ഓക്കെ ഓരോ ഫോൾഡറായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മലയാളം ഫോൺസുകളൊക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഓപ്പൺ ഫോൾഡർ ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ മലയാളം ഫോൺസ്. ഓക്കെ, ഇവിടെ 2.rar എന്ന് വരാനുള്ള കാരണം ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ്. കണ്ടില്ലേ മലയാളം ഫോൺസ് .rar എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും പേര് വരിക, മലയാളം ഫോൺസ് .rar. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊരു സിപ്പ് ഫോൾഡറാണ് അല്ലേ, റാർ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് പവർ ISO ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വല്ല WinZip WinRAR 7-zip ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ തന്നെ എക്സ്ട്രാക്ട് ഓപ്ഷൻ യൂസ് ചെയ്താലും മതി. എന്തായാലും ഈ ഒരു ഫയൽ നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, പവർ ISO ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എക്സ്ട്രാക്ട് ടു മലയാളം ഫോൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എസ് ടു ഓൾ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ മലയാളം ഫോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ വന്നിട്ടുണ്ടാവും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീണ്ടും മലയാളം ഫോൺസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. അതിനകത്ത് കണ്ടില്ലേ ആപ്പിൾ കാർഡ് ഫോൺസ്, FML ഫോൺസ്, ML ഫോൺസ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് യൂണീകോഡ് ഫോണ്ടുകൾ. ഓക്കെ, ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. കണ്ടോ, യൂണീകോഡ് ഫോണ്ടുകൾ കുറേ ഉണ്ട്. ഇതിന് മുകളിൽ Ctrl+A ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+A അടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ഫോർ ഓൾ യൂസേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇത് ടിക്കിട്ട് കൊടുക്കുക. അതൊക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇതുപോലെയുള്ള മെസ്സേജുകൾ വരുന്നത്. അപ്പോൾ ഡു ദിസ് ഫോർ ഓൾ കറണ്ട് ഐറ്റംസ് ടിക്ക് ചെയ്ത് യെസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ മലയാളം യൂണീകോഡ് ഫോണ്ടുകൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റർ സെലക്ട് ചെയ്യാം. നമ്മൾ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം വെച്ച് ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്റർ സെലക്ട് ചെയ്ത് ഏറ്റവും മുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ MLU അടിച്ചിട്ട് കാർത്തിക, രേവതി അങ്ങനെയൊക്കെയുള്ള ഫോണ്ടുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടും. കണ്ടില്ലേ, ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി നോക്കിയേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റിനെ നമുക്ക് യൂണീകോഡ് ഫോണ്ടുകൾ യൂസ് ചെയ്തിട്ട് കുറേ കൂടി എന്ത് ചെയ്യാം, ഭംഗിയാക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ സൈറ്റിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്കൊരു ഷോർട്ട് കട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ലാംഗ്വേജുകൾ എങ്ങനെയാണ് വിൻഡോസിനകത്ത് സ്വിച്ച് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ നോക്കിയേ ENG എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടത്
ഇതിനകത്ത് അടുത്ത ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യണം, മാറണം. ഇപ്പം എൻ്റെ കമ്പ്യൂട്ടറിനാണെങ്കിൽ 3 ലാംഗ്വേജസ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ENG ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ മലയാളം കീബോർഡ്, അതായത് വിൻഡോസിനകത്ത് തന്നെയുള്ള യൂണിക്കോഡ് ലാംഗ്വേജ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. പിന്നെ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്നുണ്ടെങ്കിൽ മൗസ് വെച്ച് നമ്മളിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ കീബോർഡിനകത്ത് വിൻഡോ കീയും അമർത്തി പിടിച്ചിട്ട് സ്പേസ് അമർത്തുക. കണ്ടില്ലേ, മാറുന്ന കണ്ടില്ലേ? വിൻഡോ കീ അമർത്തി പിടിച്ചിട്ട് ഏതമർത്തുക, സ്പേസ് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജിലേക്കാണോ മാറേണ്ടത് അതിലേക്ക് നമുക്കിങ്ങനെ ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് ഓരോ തവണ മൗസ് വെച്ചിട്ട് സെലക്ട് ചെയ്യുന്ന അത്ര ഒരു പ്രൊഫഷണൽ മെത്തേഡല്ല. ഓക്കെ, അപ്പോൾ ഇതുകൂടി കൃത്യമായിട്ട് പഠിക്കുക, വിൻഡോ സ്പേസും. ഓക്കെ, എല്ലാം കൃത്യമായിട്ട് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.